ഇപ്പോൾ താമരക്കുളത്താണ് നിൽക്കുന്നത്. ഇവിടെ ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരു വ്യക്തിയെ പരിചയപ്പെട്ടിരിക്കുകയാണ്. പ്രസാദ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം 1985 വരെ നമ്മുടെ കുവൈറ്റിലെ ജഹ്റ ഹോസ്പിറ്റലിലെ അഹമ്മദി ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്തിരുന്നു. ഇദ്ദേഹം ഇപ്പോൾ ചന്ദനം പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ സാറേ ഈ ചന്ദനം ഇങ്ങനെ പ്ലാന്റ് ചെയ്ത് കൊടുക്കാനുള്ള കാരണം? ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന ആവലാതിപ്പെടുമ്പോൾ നമ്മുടെ അധികൃതരും സർക്കാരും ഒക്കെ കാണേണ്ട ഒരു കാര്യം, പിഞ്ചു മരങ്ങൾ പോലും വിലയില്ലാതെ വെട്ടിക്കയറ്റി ആരൊക്കെയോ എവിടെയൊക്കെയോ കൊണ്ടുപോയിട്ട് അതിൻ്റെ വില വീട്ടുകാരന് കിട്ടാത്ത പരുവത്തിലും സമൂഹത്തിന് വേണ്ടി ഒരുപാട് പ്രകൃതിക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന പ്രകൃതിയുടെ എയർ കണ്ടീഷണറാകുന്ന മരങ്ങളെ വ്യാപകമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് എതിരെ ഞാൻ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തിരുന്നു. അദ്ദേഹം ആക്ഷൻ എടുക്കാൻ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം കൊടുത്തത് എനിക്ക് ഇട്ടുതരികയും എൻ്റെ കയ്യിൽ ഇതൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ എന്നിട്ട് പോലും വ്യാപകമായി മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു. അപ്പോൾ വില കിട്ടുന്ന മരങ്ങൾ വീണ്ടും വെച്ച് പിടിപ്പിച്ചാൽ അകാരണമായിട്ട് ഒരു നിശ്ചിത കാലത്തെങ്കിലും വെട്ടിമാറ്റത്തിൽ നിന്നും ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ, ഓക്സിജൻ തരാൻ, ആയുരാരോഗ്യം നിലനിർത്താൻ കഴിയുന്ന വില കിട്ടുന്ന ഒരു സാധനമാണ് ഈ ചന്ദനമരം എന്നുള്ളത് കൊണ്ടാണ് ഞാനത് കഴിഞ്ഞ 2 വർഷമായി വ്യാപകമായി ഈ പ്രദേശങ്ങളിൽ താമരക്കുളം പ്രദേശങ്ങളിൽ വ്യാപകമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ചെറിയൊരു സർവീസ് ചാർജൊക്കെ ഈടാക്കിയിട്ട് നമ്മൾ വസ്തുക്കളിൽ പ്ലാൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ചന്ദനമരം വിൽക്കാനുണ്ട് അല്ലേ? ഉണ്ട്. എത്ര രൂപയാണ് ചന്ദനമരത്തിന് ഇവിടെ വന്ന് മേടിച്ചുകൊണ്ട് വേണമെങ്കിൽ ഈടാക്കുന്നത്? 60 രൂപ തൊട്ട് 100 രൂപ വരെ. എന്നാൽ ഒരു 3 അടിക്ക് മുകളിൽ പ്രായമുള്ളതിന് 300 രൂപ ചാർജ് ചെയ്യാറുണ്ട്. ആയിക്കോട്ടെ. അപ്പം ഞാൻ നാളെ നമ്മുടെ മുണ്ടങ്കാവ് വിപണിയിലേക്ക് കൊടുക്കാനായിട്ട് കുറച്ച് ചന്ദനമരം ഇവിടുന്ന് എടുത്തുകൊണ്ട് പോവുകയാണ്. അത്യാവശ്യക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അവിടെ കൊടുക്കാൻ പറ്റും. അപ്പം സാറിൻ്റെ ഈ ചന്ദന സംബന്ധമായിട്ടുള്ള കൃഷി സംബന്ധമായിട്ട് ഉള്ള ചെലവുകൾ, അതിൻ്റെ വരുമാന മാർഗ്ഗങ്ങൾ, അതിൻ്റെ ഒരു ആവശ്യകത, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ അഭിലാഷ് സാറ് ഇന്നിവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹവുമായിട്ട്, പ്രസാദ് സാറുമായിട്ട് പല ഭാഗങ്ങളിലൊക്കെ പോയി ഇദ്ദേഹം പ്ലാൻ ചെയ്തെടുത്ത് അതെല്ലാം ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ദൂരദർശൻ അധികം വൈകാതെ ടെലികാസ്റ്റ് ചെയ്യും. അപ്പം അതിനകത്ത് അത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളും കൃഷി രീതിയിലേക്ക് നമുക്ക് പോകാം. പ്രസാദ് സാറേ, ആൾക്കാർക്ക് ഈ ചന്ദനത്തിൻ്റെ തൈയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താങ്കളുടെ ഫോൺ നമ്പർ ഒന്ന് പറയാമോ? എൻ്റെ ഫോൺ നമ്പർ 9447399527 9447399527. ഇതാണ് എൻ്റെ ഫോൺ. പ്രസാദ് സാറേ, ഞാനിവിടെ വന്നപ്പോഴേ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പ്രസാദ് സാറിനോട് പറഞ്ഞു, അഗസ്തിച്ചീര, പിന്നെ അതേപോലെ തന്നെ മുരിങ്ങ, കോവല്, ഇതൊക്കെ സൗജന്യമായിട്ട് വിതരണം ചെയ്യാനായിട്ട് ഇവിടെ വെച്ചിരിക്കുന്നു. ഇങ്ങനെ ഇതിനുള്ള തുടക്കം എന്തായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2010 ശേഷം ഞാൻ ജില്ലയിലെ ആദ്യത്തെ ഹൈടെക് ഫാമായ ഇന്ദ്രപ്രസ്ഥ ഹൈടെക് ഫാമിൻ്റെ നടത്തിപ്പുകാരനും 2013 തൊട്ട് അതിൻ്റെ പൂർണ്ണമായിട്ട് അത് ഏറ്റെടുത്ത് നടത്തി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വില കിട്ടാതെ ഇടനിലക്കാരെന്നെ ഒരുപാട് അതായത് കർഷകരെ, ഞാനടക്കമുള്ള കർഷകരെ പറ്റിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു ദിവസം ഉണ്ടാക്കി വെച്ച 1526 കിലോ കുക്കുംബറും 600 കിലോ വഴുതനവും വിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. അവർ വന്നിച്ച് കച്ചവടക്കാർ വന്നിച്ച് ഇടനിലക്കാർ, അതായത് ചാരുമൂട്ടിലെ കച്ചവടക്കാർ പോലും വന്നിച്ച് 20 രൂപയ്ക്കാണ് കുക്കുംബർ എടുത്തോളൂ. പക്ഷേ അപ്പോഴും അവരവിടെ 60 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്നു. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഞാൻ പ്രദേശത്തിന് റെഡ് ലേഡി പപ്പയ എന്താണെന്ന് പരിചയപ്പെടുത്തി കൊടുത്തു. അകത്തിച്ചീര അന്ന് തൊട്ടിന് വരെ ഒരു 2 ലക്ഷം അകത്തിച്ചീര തൈകൾ ഞാൻ ഈ നാട്ടിൽ വിൽപ്പണിക്ക് എത്തിച്ചാണ്. ഹൈ പ്രോട്ടീൻ ചേമ്പ് 2019 അവാർഡ് ദാനത്തിന് കൃഷിമന്ത്രി താമരക്കുളത്തെത്തി അവിടുത്തെ തമ്പുരാൻ ഗ്രാൻഡ് വേദിയിൽ വെച്ച് അദ്ദേഹം പരിചയപ്പെടുത്തിയ, ഇതാണ് ഞങ്ങൾക്കറിയാൻ വയ്യാത്ത, ഞങ്ങളുടെ പ്രദേശത്ത് ആർക്കും അറിയാൻ വയ്യാത്ത ഹൈ പ്രോട്ടീൻ ചേമ്പ്. ഞാൻ ആ പ്രദേശത്ത് അവിടെ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ അവിടെ വെച്ചപ്പോൾ ഇതാണ് എന്ന് പറഞ്ഞപ്പോൾ ആ സാധനവും എൻ്റെ കൃഷിയിടത്തിൽ നിന്നും വ്യാപകമായിട്ട് ഞാൻ വിതരണം ചെയ്തുകൊണ്ട് ഈ പ്രദേശത്തിന് റെഡ് ലേഡി, അകത്തിച്ചീര, ഹൈ പ്രോട്ടീൻ ചേമ്പ്, PMK1, PMK2, മുരിങ്ങ, ഇതൊക്കെ ഞാൻ പരിചയപ്പെടുത്തി. അവസാനം ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പുതിയ സ്കീം, ആ സ്കീം എന്ന് വെച്ചാൽ... സാറേ ഒരു സെക്കൻഡ് ഒന്ന് ഇടപെട്ടോട്ടെ. സാർ ഇവിടെ വിതരണം ചെയ്യുന്ന ഐറ്റംസൊക്കെ ഞാനും ആലാ വിപണി മുഖേനയും ഇപ്പം നിലവിൽ മുണ്ടങ്കാവ് വിപണി മുഖേനയൊക്കെ ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഹൈ പ്രോട്ടീൻ ചേമ്പ്
അത് അതിൻ്റെ ഒത്തിരി തൈകൾ കൊടുക്കാനായിട്ട് സാധിച്ചു. ഇതിനകം തന്നെ ഞാനും ആല വിപണിയിലെ സഹപ്രവർത്തകരും കൂടെ ചേർന്ന് ഏകദേശം 5000-ഓളം കോവൽ തണ്ടുകൾ ഞങ്ങൾ സമൂഹത്തിലേക്ക് വിതരണം ചെയ്തു. അതേപോലെ തന്നെ ഏകദേശം 500-നും 1000-നും ഇടയ്ക്കായിട്ട് നമ്മുടെ മുരിങ്ങയുടെ കമ്പുകൾ വിതരണം ചെയ്യുന്നതിന് സാധിച്ചു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വിത്തുകളൊക്കെ ഇങ്ങനെ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുമായിട്ട് സമാന മനസ്സുള്ള താങ്കളെ കാണുന്നതിനും പരിചയപ്പെടുന്നതിനും സാധിച്ചതിൽ വളരെ സന്തോഷം. ഇന്ന് എന്നെ ഇങ്ങോട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷണിച്ച അഭിലാഷ് സാറിന് എനിക്കൊരു 1000 നന്ദി പറയാനുണ്ട്. കാരണം ഇങ്ങനെ ഒരു അപൂർവ വ്യക്തിത്വത്തെ എനിക്കിന്ന് കാണാൻ സാധിച്ചല്ലോ. അപ്പോൾ കാര്യം നമ്മൾ പറഞ്ഞതിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഈ സ്വാഭാവികമായിട്ട് താമരക്കുളത്ത് കൃഷിയുടെ ഒരു വൻ കോട്ടയായ താമരക്കുളത്ത് ഇത്തരം പുതിയ ഇനങ്ങളെ പരിചയപ്പെടുത്തി കൊണ്ടിരിക്കുമ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് എൻ്റെ കൃഷിഭവനിൽ നിന്നും ഒരു 6000 റെഡ്രേഡി പപ്പായയുടെ ഡിമാൻഡ് വന്നു. അത് കഴിഞ്ഞിട്ട് പുതിയ ഈ പറയുന്ന പോഷക തോട്ടത്തിലേക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ 300 രൂപ അങ്ങോട്ട് കൊടുക്കുമ്പോൾ 550 രൂപ സർക്കാരിൽ നിന്ന് വിട്ട് ഒരു എന്ത് ചെയ്യും, സൗജന്യമായിട്ട് വില കുറച്ചിട്ട് 850 രൂപയുടെ പ്രോഡക്റ്റുകൾ കൃഷിഭവനിൽ നിന്ന് തരുന്നതായിട്ട് ഒരറിവ് എനിക്ക് കിട്ടി. അപ്പം ഞാൻ ചെയ്തതാണ് എൻ്റെ കയ്യിൽ നിന്നല്ലല്ലോ ഈ നാടിന് അകത്ത് ചീര പരിചയപ്പെടുത്തിയ, പ്രായ്പൊട്ടിയും ചേമ്പ് പരിചയപ്പെടുത്തിയ, PMK1 മുരുക എന്താണെന്ന് പരിചയപ്പെടുത്തിയ, PMK2 എന്താണെന്ന് പരിചയപ്പെടുത്തിയ എന്നോട് വാങ്ങിക്കാതിരുന്നതിൽ എനിക്ക് ഉണ്ടായ വിഷമസ്ഥിതിക്ക് ഞാൻ ചെയ്തത്, ഞാനിവിടെ വിവിധ ശീതകാല വിളകൾ കെയില്, കോൾറാബി, പർപ്പിൾ കാബേജ്, റെഡ് കാബേജ്, യെല്ലോ കോളിഫ്ലവർ, ഗ്രീൻ കോളിഫ്ലവർ, അതുപോലത്തെ എന്ത് തരമാണോ വിദേശ രാജ്യങ്ങളിൽ പോലും കൃഷി ചെയ്യുന്ന ശീതകാല വിളകളുടെ തൈകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേൽ ഒരു 100 രൂപയുടെ പർച്ചേസ് ചെയ്താൽ കൃത്യമായിട്ട് സർക്കാർ സൗജന്യം കൊടുക്കുന്ന ആ സാധനങ്ങൾ ഞാൻ ഇവിടുന്ന് സൗജന്യം നൽകുന്നതായിരിക്കുമെന്ന് ഫേസ്ബുക്കിലും മറ്റ് കൃഷി കൂട്ടായ്മകളിലൊക്കെ പോസ്റ്റ് ചെയ്ത് വെച്ച് ഒരു മാസം കൊണ്ട് ഞാൻ ഇത് സൗജന്യം കൊടുത്തിരിക്കും. അതിൻ്റെ ബാക്കിയാണ് ആയിരിക്കുന്നത്. ഇതാണ് ചന്ദനം. ഞാൻ ഇതിനിടയിൽ ഒരു കാര്യം പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എന്നെപ്പോലെ ഒരു ചെറിയൊരു വട്ടമല്ല, വലിയ വട്ടമുള്ള കൂട്ടത്തില്ല. പക്ഷേ ഞാൻ ഈ വട്ട് എന്ന് പറയുന്നത് ശരിക്കും അതൊരു അഭിനയമാണ് സത്യത്തിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാദൃശ്യമായിട്ട് ഒരു കൃഷിയുടെ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനായിട്ട് ഇടയായി. അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നതുപോലെ അനേകം ആൾക്കാർക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമായി. അതേപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ കാർഷിക രംഗത്ത് വമ്പിച്ച പുരോഗതി ഉണ്ടായി. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ഒരു നിയോഗം എന്നുള്ള നിലയിൽ ഞാനായിക്കൊണ്ട് അത് നശിപ്പിക്കേണ്ടതെന്ന് കരുതിക്കൊണ്ട് അത് ഉൾക്കൊണ്ട് ഞാൻ മുന്നോട്ട് പ്രവർത്തിക്കുന്നു. പക്ഷേ താങ്കൾ അങ്ങനല്ല കാര്യങ്ങൾ ഒരു പല കാര്യങ്ങളും ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് ചെയ്യുകയാണ്. എത്ര പേർക്ക് ദിവസം ജോലി കൊടുക്കുന്നുണ്ട്? എനിക്ക് സ്ഥിരമായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്ന 3 വനിതകളുണ്ട്. 3 പേരുണ്ടല്ലേ? എൻ്റെ ഭാര്യയ്ക്ക് ഒരു സംരംഭമുണ്ട്. എന്താണ് സുരക്ഷിതമായ പച്ചക്കറി ടിയാൻ അഗ്രോ ആർക്ക് എന്നാണ് എൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ പേര്. കടയുടെയും പേര് എനിക്ക് ഗുരുനാഥൻകുളങ്ങര എന്ന സ്ഥലത്ത് ഒരു കടയുണ്ട്. അതായത് സുരക്ഷിതമായ പച്ചക്കറി, അത് ഇപ്പം രാസവള പ്രയോഗത്തിൽ കൂടെ ഉൽപ്പാദിപ്പിക്കുന്നതുണ്ടാകാം, നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഷം അടിച്ചതും ഉണ്ടാകാം, വിഷം അടിക്കാത്തതും ഉണ്ടാകാം. അതിന് സുരക്ഷിതമെന്ന് എനിക്ക് തോന്നുന്നത് എടുത്ത് ജൈവ എന്ന് പറയുന്നതിന് അവിടെ ഞാൻ അത്ര യോജിക്കുന്നില്ല. ശ്രീലങ്കയ്ക്ക് ഉണ്ടായ പോലെ 142 കോടിക്ക് അങ്ങനെ ഒരു സംഭവവികാസം ഉണ്ടാകരുത്. തീർച്ചയായിട്ടും ഞാനും അതിനെ അനുകൂലിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒറ്റ ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഓർഗാനിക് ഒരു ചെടി തന്നെയുമല്ല ഞാൻ വിശ്വസിക്കുന്നത് ഓസ്മോസിസ് പ്രവർത്തനത്തിലൂടെ സൂക്ഷ്മാണുക്കൾ വേർപിരിക്കുന്ന ന്യൂട്രിയൻസിൻ്റെ വിവിധ മോളിക്യൂൾസ് അല്ലെങ്കിൽ അതിനകത്ത് സൂക്ഷ്മമായിട്ട് വേർതിരിക്കപ്പെടുന്ന അയോണുകളെ വേരിൻ്റെ അതായത് റൂട്ട് ഹെയർസ് ചെടികളിലേക്ക് എത്തിക്കുമ്പോൾ അവരറിയുന്നില്ല ഞാൻ മടൽച്ചാരത്തിനകത്തു നിന്നാണ് പൊട്ടാഷ് എടുത്തതെന്നോ, അല്ലെ ചാണകത്തിനകത്തു നിന്നാണ് നൈട്രജൻ എടുത്തതെന്നോ, അല്ലെ പ്രൈമറി എലമെൻ്റായ ഹൈഡ്രജനും ഓക്സിജനും വായുവിൽ നിന്ന് എടുത്തതെന്നോ ഒരു ചെടി അറിയുന്നില്ല. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കാൻ വേണ്ടി എന്ത് വളം അയോണുകളായിട്ട് കിട്ടിയാൽ എയറിൽ നിന്നായിക്കോട്ടെ, വെള്ളത്തിൽ കൂടെ ആയിക്കോട്ടെ, മണ്ണിൽ കൂടെ ആയിക്കോട്ടെ, അവ സ്വീകരിക്കുന്നു, വളരുന്നു. അപ്പോൾ മണ്ണിനെ അറിഞ്ഞ് വളം പ്രയോഗിച്ച് സുരക്ഷിതമായ പച്ചക്കറി കൃഷി ഉണ്ടാക്കി വിഷമടിക്കാതെ വിഷമില്ലാതെ കൊടുക്കാൻ വേണ്ട തീവ്ര യത്നം, അതിനകത്താണ് ഞാൻ ചലഞ്ചിങ് ആയിട്ട് ഈ നാട്ടിലെ കൊപ്ര എടുത്തുകൊണ്ട് വന്നിട്ട് വെളിച്ചെണ്ണ ആട്ടി വിൽക്കുക. പക്ഷേ സ്വാഭാവികമായിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരി കോസ്റ്റ് കൂടുമ്പോൾ ഞാൻ കൊടുക്കുന്ന മണക്കുന്ന സുന്ദരമായ ആരോഗ്യത്തിന് യാതൊരു ഹാനികരമില്ലാത്ത വെളിച്ചെണ്ണ ഞാനിപ്പോൾ 280 രൂപയ്ക്കാണ് വിൽക്കുന്ന 1 ലിറ്റർ. ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന ഈ പറയുന്ന വെർജിൻ കോക്കനട്ട് ഓയിൽ അത് ഞാൻ തന്നെ ഉണ്ടാക്കുന്നത് 2500 രൂപയാണ് 1 ലിറ്ററിന്. പക്ഷേ ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് കൃത്യമായിട്ട് അവയെല്ലാം പോയി അത്രമാത്രം. മുളക് പൊടി KDLൻ്റെ പ്രീമിയം മുളക് കൊണ്ടുവന്നിട്ട് പുളിക്കകത്തും വിനീഗറിനകത്തും കഴുകി ഉണക്കി ഞെട്ടെടുത്ത് ഞാൻ
അത് പൊടിയാക്കി കൊടുക്കുന്നു. മഞ്ഞൾ ഞാൻ കൃഷി ചെയ്തോ ഞങ്ങളുടെ കർഷകരുടെ നിന്ന് വാങ്ങിച്ച് പൊടിയാക്കി കൊടുക്കും. സ്വാഭാവികമായിട്ടും വില കൂടുതലാണെങ്കിലും സാറ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കുറച്ച് സാറ് ചെയ്ത എന്നാലും എൻ്റെ അടുത്ത ഡിമാൻഡ് എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാതെ കിടക്കുന്നു. സാറ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വില കുറച്ച് വിപണിയിലേക്ക് സക്രിയമായി ഇടപെട്ട് അതിന്. പക്ഷേ ഞാൻ ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് എന്നെക്കൊണ്ട് ഉൽപ്പാദിക്കാൻ പറ്റുന്നെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവിടുത്തെ കർഷകന് മാന്യമായ വില കൊടുത്ത് എടുത്തുകൊണ്ട് വരുന്നു. വിപണികളിൽ പോയി മാന്യമായി ലേലം ചെയ്യുന്നു. ഞാൻ വിത്ത് കൊടുത്തിട്ട് ഉൽപ്പാദിപ്പിക്കുന്നവരെ അവിടെ വെച്ചിട്ട് കച്ചവടക്കാരുടെ കള്ളക്കമ്മട്ടത്തിനെതിരെ വില കൂടുതൽ കൊടുത്തിട്ട് ഇതിന് വില കിട്ടുന്നതെന്ന് പഠിപ്പിച്ചെടുത്ത് എൻ്റെ നാട്ടുകാരിലെ കർഷകർക്ക് വേണ്ട പ്രയോജനത്തിന് വേണ്ടി. സാറേ, ഞാൻ ശരിക്കും പറഞ്ഞാൽ വിപണിയിലെ വില കുറയ്ക്കാറില്ല. വിപണിയിലെ രണ്ട് കൂട്ടർക്കും ഗുണകരമാകണം. ഇപ്പം കർഷകൻ വിൽക്കുമ്പോൾ ഒരു കടയിൽ കൊണ്ട് കൊടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ വില കിട്ടണം. അതേപോലെ തന്നെ ജനങ്ങൾ ഒരു സാധനം കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ലഭിക്കുന്നതിനെക്കാട്ടി കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുകയും ചെയ്യണം. അപ്പോൾ രണ്ട് കൂട്ടർക്കും പ്രയോജനകരമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. സാറ് ചില സാധനങ്ങൾക്ക് ഇച്ചിരി വില കൂട്ടി മേടിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും ഞാനൊരു കാര്യം ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ കാണുന്ന തൈകളെല്ലാം സൗജന്യമായിട്ടാണ് താങ്കൾ വിതരണം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വില കൂടുതലൊന്നുമില്ല, ഈ സമൂഹത്തിന് വേണ്ടി താങ്കൾ ചെയ്യുന്നതാണ്. ഞാൻ ഇതിലൊരാളെ നമ്മുടെ പ്രസാദ് സാറിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിലൊരാളെ ഇദ്ദേഹത്തിൻ്റെ ഒരു ചന്ദനത്തോട്ടം ഇപ്പോൾ പ്ലാൻ ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് ഞാൻ കണ്ടായിരുന്നു. നിങ്ങളെ 3 പേരെയും കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. 3 പേർക്കും സ്ഥിരമായിട്ട് തൊഴിലൊക്കെ ലഭിക്കാറുണ്ടല്ലേ? ഉണ്ടല്ലോ. സന്തോഷമാണോ സാറിൻ്റെ ജോലിൻ്റെ? ഇച്ചിരി അരവട്ടക്കുള്ള പ്രശ്നമൊന്നുമില്ല അല്ലേ? പ്രശ്നം തരും, അതെല്ലായിടത്തും അങ്ങനെ വേണം. അപ്പോൾ എന്തായാലും നിങ്ങളെയും കാണുന്നതിലും പരിചയപ്പെടുന്നതിലും വളരെ സന്തോഷം. എങ്ങനെ പേരൊക്കെ എങ്ങനെയാ? സിന്ധു. ക്യാപ്റ്റൻ മഞ്ജു. ക്യാപ്റ്റൻ മഞ്ജു. മഞ്ജു ആണോ ക്യാപ്റ്റൻ? 8 വർഷമായി എൻ്റെ കൂടെ. അത് ശരി, ക്യാപ്റ്റൻ മഞ്ജു 8 വർഷമായിട്ട് സാറിൻ്റെ കൂടെ ഉണ്ട് അല്ലേ? അവാർഡ് വല്ലതും തരണം. ഇവിടെ ഹോം ഗ്രൗണ്ടിൻ്റെ പല പ്രൊഡക്റ്റുകളുണ്ട്, പക്ഷേ രാത്രി ആയതുകൊണ്ട് കൃത്യമായിട്ട് എടുക്കാനായിട്ട് പറ്റുന്നില്ല. വിയറ്റ്നാം എയർലി പ്ലാവൊക്കെ ഉണ്ട് അല്ലേ? എല്ലാ 11 വെറൈറ്റി ഉണ്ടാവും എപ്പോഴും. 11 വെറൈറ്റി പ്ലാവ് ഇവിടെ ഉണ്ടല്ലേ? 7 വെറൈറ്റി റംബുട്ടാനുണ്ട്. 6 വെറൈറ്റി പേരയുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, മതി. മട്ടോവ, ലാങ്സാറ്റ്, അങ്ങോട്ട് അത്തരത്തിലുള്ള എല്ലാ സാധനങ്ങളും അടക്കം മിയാസാക്കി, നമ്മുടെ മിയാസാക്കി മാവും ഒക്കെ ഉണ്ട് അല്ലേ? നമ്മുടെ നഴ്സറിയുടെ പേരെങ്ങനെ? ടിയാൻ അഗ്രോ ആർക്ക്. ടിയാൻ അഗ്രോ ആർക്ക്. ഇതെന്താ സംഭവം? എന്താ ഈ കാണുന്നത് മഞ്ജു? ഇതൊക്കെ എന്തൊക്കെയാ? ഇത് കറിവേപ്പ്. ഇത് അടുത്ത് ഫില്ല് ചെയ്യാനുള്ള ചെടി ഫില്ല് ചെയ്യാനുള്ള അതിൻ്റെ ബാഗ് നിറച്ച് വെച്ചിരിക്കുന്നു, നഴ്സറി ബാഗ്. ഇത് കോവല്. ഇതൊക്കെ അമിത വില ഈടാക്കിയാണോ കൊടുക്കുന്നത്? സൗജന്യം ചുമ്മാ വെച്ചാ. മുന്തിരിപ്പേര, ഇത് വേപ്പ്, കറിവേപ്പ്, ഫാഷൻ ഫ്രൂട്ടും ഒക്കെ സൗജന്യമാണോ? ഫാഷൻ ഫ്രൂട്ടൊക്കെ ചില 500 ഒക്കെ സൗജന്യം. ആര്യവേപ്പ്, പിന്നെ നമ്മുടെ കറിവേപ്പ്, അഗസ്തി ചീര, പിന്നെ മുല്ലച്ചെടി, പിന്നെ അടയ്ക്കാമരം, പിന്നെ മുരിങ്ങ, നെല്ലി. ഇതിൽ ഒത്തിരി സാധനങ്ങൾ സൗജന്യമാണ് അല്ലേ? പിന്നെ ഹൈ പ്രോട്ടീൻ ചേമ്പ്, ചീരച്ചേമ്പ്. ഇതൊക്കെ ഞാനവിടെ ഞങ്ങളുടെ വിപണിയിൽ കൂടെ ഒക്കെ പരിചയപ്പെടുത്താൻ ശ്രമിക്കാറൊക്കെ ഉണ്ട്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്. ഇതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ ചന്ദനകൃഷിയാണ്. അത് അഭിലാഷ് സാറിൻ്റെ വീഡിയോ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കിനി ആ പോളി ഹൗസിലേക്കൊന്ന് പോകാം. ഇവിടെ നമ്മുടെ പ്രോട്ടീൻ ചേമ്പ് ഇവിടെ കുറേ ഇരിപ്പുണ്ട്. ഇതെല്ലാം സൗജന്യ വിതരണത്തിന് വേണ്ടി ഇരിക്കുന്നതാണ്. ഇരുട്ടായതുകൊണ്ട് ശരി കാണാൻ പറ്റുന്നില്ല. ഹൈബ്രിഡ് വിത്തുകളൊക്കെ ഇവിടെ ഉണ്ട്. പമ്പയിലുള്ള വിത്തുകളാണിത്. അവിടെ നമ്മുടെ ആർക്കയും നാംദാരിയും ഗ്രീൻലാൻഡും ഇതെല്ലാം എക്സലന്റ് വിത്തുകൾ തന്നെയാണ്. ഈ വിത്തുകൾ തന്നെയാണ് ഇവിടെ നമ്മൾ തൈകളും എല്ലാം ഉൽപ്പാദിപ്പിക്കാനായിട്ട് എടുക്കുന്നത്. ഈ ഹൈബ്രിഡ് വിത്തുകൾ തന്നെ. എന്തായാലും വേറെ കാര്യമുണ്ട്, സാറിൻ്റെ മനസ്സറിഞ്ഞ സ്റ്റാഫുകളാണ് നിങ്ങൾ. കാരണം വീഡിയോ എടുക്കാമെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മൊബൈൽ ക്യാമറ ഒക്കെ ആയിട്ട് എത്തി. ഇപ്പം തന്നെ സമയം 6:10. വീട്ടിൽ പോകേണ്ടവരാണ് എന്നെനിക്കറിയാം. എന്നിട്ട് പോലും സാറിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കൃഷിപ്രാന്തനുസരിച്ച് നിൽക്കുന്നവരാണല്ലോ. സന്തോഷം. ഇത് പോളി ഹൗസ് ആണല്ലേ? ഇതിനകത്ത് വെട്ടം കുറവാണ്. ഇതിനകത്ത് എന്തൊക്കെ ശീതകാല വിളകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഓക്കെ. കാബേജ്, കോളിഫ്ലവർ, പിന്നെ പാലക്ക്, ബീറ്റ്റൂട്ട്, പാച്ചോയി, ബാസില്, പിന്നെ നോട്ട് കോള്, പിന്നെ റാഡിഷ്, ചൈനീസ് കാബേജ്, പാച്ചോയി. ഇതൊക്കെ പലതും ഞാൻ ആദ്യമായിട്ട് കേൾക്കുക കേട്ടോ. ലെറ്റിസ്, കെയില്, റെഡ് കെയില്, ഗ്രീൻ കെയില്. പിന്നെ അതെന്താ ലാസ്റ്റിൽ എന്നിട്ട് ഞാറ് നട്ടിരിക്കുന്ന ഒരു സാധനം? ഇത് ഞാറല്ല സാറേ, ഇത് പിന്നെ മണിച്ചോളം എന്ന് പറയും. മണിച്ചോളം. നമ്മുടെ സ്വീറ്റ് കോണിൻ്റെ തന്നെ അതേപോലെ തന്നെ തിന. ഓക്കെ. തിനാണ്. പിന്നെ ഇത് നമ്മുടെ സാമ്പാർ അമര അല്ലേ?
ഇതെന്ന് പറയുന്നത് ഡോളിച്ചസ്, പിന്നെ ലാബ്ല ബീൻസ്, പിന്നെ ഇത് സ്റ്റാർ ബീൻസ്, പിന്നെ വിവിധ തരം മുളകുകൾ, വിവിധ തരത്തിലുള്ള മുളകുകളെല്ലാം ഉണ്ടല്ലേ? പിന്നെ ഇതെന്ന് പറയുന്നത് ചെറി ടൊമാറ്റോ, അങ്ങനെയുള്ള ടൈപ്പ് ഒത്തിരി ഉണ്ടാകുന്ന ടൊമാറ്റോ. ചെറി ടൊമാറ്റോ, കണ്ടവാനുണ്ടാവും ഈ ടൊമാറ്റോ. യെല്ലോ ടൊമാറ്റോ, ബ്ലാക്ക് ടൊമാറ്റോ. ഇതെന്ന് പറയുന്നത് നമ്മുടെ സാമ്പാർ, പിന്നെ ഇത് വടത്തോമര എന്ന് പറഞ്ഞാൽ വലിയ തോമര, സാമ്പാർ തോമര. ഓക്കെ ഓക്കെ. ഇതൊക്കെ ആൾക്കാർക്ക് എടുത്തുകൊണ്ട് പോകാറുണ്ടോ? പിന്നെ എല്ലാം പോകുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും ഇവിടെ വെച്ചിരിക്കുന്നതല്ലേ? ശീതകാലകൾ വേറെ ഉണ്ട്. പിന്നെ കുറേ വെറൈറ്റി വഴുതന, പല വെറൈറ്റി വഴുതനങ്ങളുണ്ട് അല്ലേ? ആ, പല വെറൈറ്റി ഉണ്ട്. സ്പൈനാച്ച്, പിന്നെ അങ്ങനെ കുറേ റാഡിഷ്, പല ടൈപ്പിൽ. ഓക്കെ, എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ കണ്ടു. നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ കൃഷികളുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു ഫാമിൽ ഇന്ന് വന്നതും വ്യത്യസ്തരായിട്ട് കുറേ ആൾക്കാരെ കാണുന്നതിനും പരിചയപ്പെടുന്നതിനും സാധിച്ചതിൽ. എല്ലാവർക്കും നന്ദി.